ഇപ്പോൾ ഈ സിംഗിൾ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗമയോടുകൂടി ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും അത്ര നല്ലതല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭക്ഷണ രീതികളായിരിക്കാം, സാമൂഹിക സാഹചര്യങ്ങളായിരിക്കാം, കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു കോളേജ് ലൈഫിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഇവരിലേക്ക് കടന്നു വരും. ആ സ്വാതന്ത്ര്യത്തിൽ ഇവരൊരു പക്ഷിയെപ്പോലെ പറക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ കൂടി വരുന്നത് എന്നുള്ളതൊരു പഠന റിപ്പോർട്ടാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ സ്ത്രീകളായിക്കൊള്ളട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർ കോംപ്രമൈസിന് തയ്യാറല്ല. അതിപ്പോൾ ഫിനാൻഷ്യൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറാവാത്തൊരവസ്ഥ. പലതും ഹൈഡ് ചെയ്യുക. ഭാര്യ ഭർത്താവിൽ നിന്നും, ഭർത്താവ് ഭാര്യയിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമസ്കാരം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സിവിൽ കോടതികളെയിൽ കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന മറ്റൊരു സ്ഥലമുണ്ട്, അത് ഫാമിലി കോർട്ടുകളാണ്. ഈ തിരക്കിന് ആനുപാതികമായിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഡിവോഴ്സ് റേറ്റും ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. അതിന് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ മയക്കുമരുന്ന്, അത്തരം ലഹരി ഉപയോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാറി വരുന്ന സാമൂഹിക ജോലി സാഹചര്യങ്ങളും എല്ലാം ഒരു കാരണമായിരിക്കാം. എങ്കിൽ പോലും ഈ ഡിവോഴ്സ് റേറ്റുകൾ നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിന് ബലിയാടുകളാവുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും ഈ ദമ്പതികളുടെ കുട്ടികളായിരിക്കും അതിൽ വരുന്ന പ്രധാന ആൾക്കാർ. ഈ വിഷയത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു മാനം, അല്ലെങ്കിൽ ഇതിൻ്റെ മതപരമായിട്ടുള്ള സദാചാരമായിട്ടുള്ള വശങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ എവിടെയാണ് പിഴയ്ക്കുന്നത് ശരിക്കും? ഇപ്പോൾ നമ്മളൊരു കാര്യം പരിശോധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ തൂഫാൻ വളരെ ഗൗരവപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറയിൽ പെട്ടിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഈ MDMA പോലെയുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള ലഹരിക്ക് അടിമയാകുന്നു എന്നുള്ളൊരു കാരണമാണ്. ഇത് ഇവരുടെ ജീവിത പശ്ചാത്തലം കൂടി ഇതിന് കാരണമാകുന്നു എന്നാണ് നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ ഈ സിംഗിൾ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗമയോടുകൂടി ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും അത്ര നല്ലതല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 പേർ വിവാഹിതരാകുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. ഈ കുട്ടി രണ്ടാമത് 2 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ 10 വയസ്സോ ഒക്കെ ഉള്ള സമയത്തായിരിക്കും ഒരു പക്ഷേ ഇവർ ഡിവോഴ്സ് ആകുന്നതായിരിക്കുക. അങ്ങനെ ഡിവോഴ്സ് ആകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ആർഗ്യുമെൻ്റ് നടക്കും. ഈ കുട്ടിക്ക് അതിനുശേഷം പിന്നീട് ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്നുള്ള രീതിയിൽ കിട്ടും. 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം പറയാം. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അത് അമ്മയായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അമ്മ കഴിഞ്ഞിട്ടും അമ്മ സ്വീകരിക്കത്തില്ലെങ്കിൽ മാത്രമേ പിതാവിൻ്റെ കൂടെ അയക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഭാര്യയുടെ കൂടത്തിൽ നിൽക്കുന്നതായിരിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചെന്നിരിക്കുക. അതൊരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. ഇപ്പോൾ അല്ലെങ്കിൽ പിതാവിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചെന്നിരിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ പേരൻ്റ് ഉണ്ട്, അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരൻറ്റിൻ്റെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിക്കും. കുട്ടിയെ ഏൽപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവരുടെ ജോലി സ്ഥലത്തേക്ക് പോവുക. ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ വെളിയിലേക്ക് പോയി എന്ന് വരാം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം ജോലി, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ മറ്റു പ്രദേശത്തായിരിക്കും ജോലി. കാരണം പിന്നീട് ഒരുമിച്ച് അവർ കാണാത്ത സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ദൂരത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് പേരൻസിൻ്റെ കീഴിൽ വളരുന്ന കുട്ടികൾ, നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം അടി വെച്ച് കൊടുത്തിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ കൂട്ടത്തിൽ വളർത്തുന്ന കുട്ടികൾക്ക് നല്ലതായിരുന്നു. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭക്ഷണ രീതികളായിരിക്കാം, സാമൂഹിക സാഹചര്യങ്ങളായിരിക്കാം, കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു കോളേജ് ലൈഫിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഇവരിലേക്ക് കടന്നു വരും. ആ സ്വാതന്ത്ര്യത്തിൽ ഇവരൊരു പക്ഷിയെപ്പോലെ പറക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ കൂടി വരുന്നത് എന്നുള്ളതൊരു പഠന റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊരു സാമൂഹിക വിഷയമാണ് ഇപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഈ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ അവകാശം കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു പഠനം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആകെ ഈ ഡിവോഴ്സ് കേസുകളുടെ ശതമാനം എന്ന് പറയുന്നത് 1% മാത്രമാണ് വളർച്ചയുള്ളത്. അതേസമയം നമ്മൾ ഓൾ ഓവർ കേരളം മാത്രം നോക്കുമ്പോൾ, ഓൾ ഓവർ ഇന്ത്യ അല്ല, കേരളം മാത്രം നോക്കുമ്പോഴത്തേക്ക് 2018 മുതൽ 2024 വരെ 87% വർധന ഉണ്ടായിട്ടുണ്ട്. അത് 2016 മുതൽ 2022 വരെ അത് 40%. അതായത് 2016 മുതൽ 2024 വരെയുള്ള കണക്കുകൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വളരെ വേഗത്തിലാണ് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് എടുത്തു നോക്കേണ്ടതുണ്ട്. ജില്ലകൾ തിരിച്ച് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 3536ഓളം
ആളുകളാണ്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ 3282, കൊല്ലത്ത് 3245, ഏറ്റവും കുറവുള്ളത് വയനാടാണ്. 538 ഡിവോഴ്സ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടന്നിട്ടുള്ളത് ഹിന്ദു വിവാഹ നിയമപ്രകാരം നടന്നിട്ടുള്ളതാണ്. രണ്ടാമത് ക്രിസ്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമാണ് നടന്നിട്ടുള്ളത്. മൂന്നാമത് മുസ്ലിം വിവാഹ നിയമപ്രകാരമുള്ള ഹർജികളാണ് നടന്നിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ സ്ത്രീകളായിക്കൊള്ളട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർ കോംപ്രമൈസിന് തയ്യാറല്ല. അതിപ്പോൾ ഫിനാൻഷ്യൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മളുടെയൊക്കെ അമ്മമാരുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്രമൈസുകൾ ഉണ്ടായിരുന്നു. കോംപ്രമൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്കൊക്കെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ഇവർ പരസ്പരം ഒരു ധാരണയിൽ ഈ ജീവിതം മുമ്പോട്ട് പോകുമായിരുന്നു. ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് നോവലുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. വീടിൻ്റെ അടുക്കളയിൽ തളയ്ക്കപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ സാഹിത്യത്തിലൊക്കെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാമൂഹിക വിഷയമാണ് എന്നുള്ളതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പഠനമുണ്ട്. ആ പഠനം അനുസരിച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു 8-9 കാര്യകാരണങ്ങൾ അവരതിനകത്ത് പറയുന്നത്. ആശയവിനിമയത്തിൻ്റെ അഭാവം പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറാവാത്തൊരവസ്ഥ, പലതും ഹൈഡ് ചെയ്യുക. ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഈ മൊബൈലുകളൊക്കെ വന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ മൊബൈലിൽ എടുത്തിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കും. കുട്ടികളുടെ കൂട്ടത്തിൽ ചിലവഴിക്കാനും ഭാര്യയുടെ കൂട്ടത്തിൽ ചിലവഴിക്കാനായിട്ടുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ വലിയ രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ അഭാവം, കൂടാതെ ജോലി തിരക്ക്, ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജോലി തിരക്കിനിടയിൽ ഇവർ പരസ്പരം ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. പിന്നെ ഗാർഹിക പീഡനത്തിൽ കേരളത്തിൽ ഒരുപാട് അങ്ങനെ വലിയതായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കത്തില്ല, വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല. ഏതാനും ചുരുക്കം ചില സ്ഥലങ്ങളിലൊക്കെ ഗാർഹിക പീഡനവും ലൈംഗിക പീഡനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കത് പോലീസൊക്കെ അതിശക്തമായിട്ടുള്ള ആക്ഷനും ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും തന്നെയാണ് പലപ്പോഴും ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മദ്യം കഴിച്ച് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് സ്വന്തം ജീവിത പങ്കാളിയോട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കുക. പണ്ട് ഈ വിഷയം വരുമ്പോൾ കൂടുതലും ആണുങ്ങളായിരുന്നു പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ രണ്ടു കൂട്ടരും തുല്യമായിട്ട്, തീർച്ചയായിട്ടും പല വീടുകളിലും ഇപ്പോൾ സ്ത്രീകൾ മദ്യപിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. സ്ത്രീകൾക്ക് എന്താ മദ്യപിച്ചാൽ എന്ന് പരസ്യമായിട്ട് ചോദിക്കുന്ന പെൺകുട്ടികളുള്ള നാടാണ് കേരളം. അതിനകത്ത് നമുക്കൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണിത്. ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന്, അത് ഇപ്പം നോർമൽ ലഹരി മാത്രമല്ല ഉപയോഗിക്കുന്നത്, വലിയ വലിയ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് MDMA പോലെയുള്ള ഈ സിന്തറ്റിക് ലഹരികൾ ഇവിടെ അവൈലബിൾ ആവുന്നതോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതുകൂടാതെ വിവാഹേതര ബന്ധങ്ങൾ, അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. എത്ര നമ്മളതിനെ ഹൈഡ് ചെയ്ത് നിർത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാലും ഒരു ദിവസം ഇതൊക്കെ പുറത്തേക്ക് വരുന്നുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയൊന്നും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഈ കടബാധ്യത വരിക, തൊഴിലില്ലായ്മ വരിക, ചെലവുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വരുമാനത്തിലെ അസന്തുലിതാവസ്ഥ, ഇതൊക്കെ ഈ വരുമാനത്തിലെ അസന്തുലിതാവസ്ഥയൊക്കെ വലിയ രീതിയിൽ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യും. ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒട്ടുമിക്ക ആളുകളുടെയും ഈ വിവാഹമോചനം നടക്കുന്നതിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. കാരണം ഭാര്യ സെലിബ്രിറ്റി ആണെങ്കിൽ ഭർത്താവിന് സാലറി കുറവായിരിക്കും എന്ന് കരുതുക. അത് ഇവരിലൊരു ഈഗോ ഉണ്ടാക്കുക. ആദ്യമൊക്കെ ഇതൊരു രസമായിട്ട് തോന്നും, പിന്നീട് സംഭവിക്കുന്ന ഒരു നോർമൽ ഒരു ഈഗോ വർക്കൗട്ട് ആവുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ഇവർ ഡിവോഴ്സിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവരെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യൽ സെക്യൂർഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ സെക്യൂർഡിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ നിലപാടുകൾ ഒന്നും ആർക്ക് മുമ്പിൽ അടിയറ വയ്ക്കാൻ വേണ്ടി തയ്യാറാവത്തില്ല. ഒന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിയുന്ന പെൺകുട്ടികളെ പിടിച്ച് എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്നുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കുറഞ്ഞ ഒരു വിവാഹപ്രായമായിട്ട് നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കാണുന്ന ഒരു 26 വയസ്സിന് മുകളിലേക്ക് മാത്രമേ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. നേരത്തെ എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ
ഇന്ന് ഈ സ്ത്രീധനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. സ്ത്രീധനം എനിക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ പെൺകുട്ടി പറയും എനിക്ക് ഇയാളെ വേണ്ടെന്ന് പറയും. സ്ത്രീധനം എന്നൊരു ചോദ്യം ഏതെങ്കിലും വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരത് വെച്ച് അവസാനിപ്പിക്കും. പിന്നെ പെൺകുട്ടിയുടെ കാരണന്മാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ചില ആൺപിള്ളേർ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്നുണ്ട്. എനിക്കൊന്ന് മലബാർ മേഖലയിലൊക്കെ അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇത് കൂടാതെ തന്നെയുള്ളതാണ് ഈ കുടുംബങ്ങളുടെ അമിതമായ ഇടപെടലുകളുണ്ട്. ഈ കുടുംബങ്ങളുടെ അമിതമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ്, കാരണം ഇപ്പോൾ എല്ലാ വീടുകളിലും വെച്ചാൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇവർക്ക് വളരെ അടുത്ത അറ്റാച്ച്ഡ് ആയിരിക്കും ഇവർ. അപ്പോൾ ഇവരുടെ സ്നേഹം പങ്കുവെച്ച് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ആരാഗ്രഹിക്കുന്നില്ല, പേരൻസ് പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പല ദിവസങ്ങളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യത എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഈ സ്വകാര്യതകളിലേക്ക് മാതാപിതാക്കന്മാരുടെ ഇടപെടലുകൾ വരുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം ദൈനംദിന ദാമ്പത്യ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അത് പേരൻസിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കും. അതിന് വിവിധ രീതിയിൽ വേണം നമ്മളതിനെ കാണാനായിട്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റഡീസ് നമ്മുടെ നാട്ടിലുണ്ട്. അത് വളരെ വിദഗ്ധമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം കുടുംബങ്ങൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു സൗഹൃദം മാത്രമേ പാടുള്ളൂ. മറിച്ച് അവരുടെ പേഴ്സണൽ വിഷയങ്ങളിൽ ഇൻവോൾവ്ഡ് ആയി കഴിഞ്ഞാൽ ആ കുടുംബം തകരാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ ഭർത്താവിനൊരു ആവശ്യം വരുന്ന സമയത്ത് ഭാര്യയുടെ ഒരു ഗോൾഡ് എടുത്തു ഉടനെ തന്നെ അമ്മായിയമ്മയെ വിളിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഈ ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഭർത്താവിനോട് ഒരു കുറച്ച് പൈസ ചോദിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് മാത്രമേ നൽകുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കാര്യങ്ങളിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പ്രതീക്ഷകളിലെ പൊരുത്തക്കേട്. ഈ വിവാഹ ജീവിതത്തിൽ തൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ആ പ്രതീക്ഷകൾക്കൊത്ത് തൻ്റെ ഭർത്താവ് ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെയുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ മീഡിയയുടെയും ഒക്കെ ഒരു ഇടപെടലുണ്ട്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹായ് എന്നാരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ അറ്റത്ത് കയറി പിടിക്കുന്നവരുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ ഇട്ടിട്ടുള്ള റീൽസുകൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇതൊരു ക്രൈസാണ്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ പറഞ്ഞ ഡിവോഴ്സിന് ഇവിടെ കേരളത്തിൽ കാരണമാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ലൈംഗികമായിട്ടുള്ള അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ, അത് ഞാൻ പറഞ്ഞിട്ട് ഒരു തരത്തിലും പണ്ടത്തെ പോലെയൊന്നും ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെ അടുത്തും അവർ കോംപ്രമൈസിന് തയ്യാറല്ല. അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ബയോളജിക്കൽ നീഡ്സ് അതിനെ അടുത്ത് പോയി കോംപ്രമൈസ് ചെയ്തിട്ട് നിൽക്കേണ്ട ഗതികേട് അവർക്കില്ല. അത് അങ്ങനെ തന്നെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിൽ ഡിവോഴ്സിൻ്റെ എണ്ണം ഒരുപാട് വർദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. ഏകദേശം 17,000-ന് താഴെ മാത്രം ഡിവോഴ്സാണ് നടന്നിട്ടുള്ളത്. പക്ഷേ 17,000 ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 17,000 കുടുംബമാണ്. ഈ 17,000 കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് അത് 17,000 കുട്ടികളും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് 1-2 കുട്ടികളാണെങ്കിൽ അത് 34,000 മാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ 34,000 എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ചെലുത്താൻ സാധ്യതയുള്ള സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഈ കുട്ടികൾ എങ്ങനെ, ഞാൻ പറഞ്ഞത് ഡിവോഴ്സ് ആയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കളെല്ലാം തല്ലിപ്പൊളികളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് സർക്കാർ പഠിക്കേണ്ടതുണ്ട്. സർക്കാർ പഠിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വൃദ്ധമന്ദിരം സ്ഥാപിക്കുക, പിന്നെ വാർദ്ധക്യ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാർദ്ധക്യ വകുപ്പ് പോലെ തന്നെ ഇതേപോലുള്ള ഈ ചൈൽഡ് കെയർ ഹോമുകൾ അല്ലെങ്കിൽ അതൊക്കെ സർക്കാരിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് കൗൺസിലിംഗ് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി. ഇപ്പം ഞാൻ പറയട്ടെ, ഊട്ടിയിലൊക്കെ വലിയ വലിയ സ്കൂളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ കോട്ടയത്തടുത്തൊരു സ്കൂളുണ്ട്. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 1-ാം ക്ലാസ് തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവർ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന കുട്ടികൾ കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ആലുവയിലെ SOS അവിടെ പിന്നെ അനാഥ കുട്ടികളാണുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന ഡിവോഴ്സ്ഡ് ആവുന്ന ആളുകളുടെ മക്കൾക്ക് ഈ അനാഥ പരിവേഷമെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ അതുകൂടാണ്ട് മറ്റേതെങ്കിലുമൊക്കെ ഫാമിലി, ഇപ്പം കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയൊക്കെ സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള ഇടപെടലുണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക മേഖലയിൽ അനാഥത്വം പേറി നടക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അതൊരു ആശ്രയമായിട്ട് മാറും. ഈ അനാഥത്വവും ഏകാന്തത ഇതാണ് മനുഷ്യനെ കൊണ്ടുപോയി ലഹരിക്കടിമയാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് വൈകൃതങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ സാമൂഹിക ക്ഷേമ വകുപ്പ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി നമ്മുടെ സമൂഹത്തിന് കൃത്യമായൊരു അച്ചടക്കം
വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകണം. കാരണം മാതാപിതാക്കൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ഒരു പുരുഷനും സ്ത്രീക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവകാശമില്ലേ? ആ കുട്ടികൾക്ക് അവകാശമില്ലേ? ഇവരുടെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, ജനിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഇവരെങ്ങനെ ഇവിടെ വളരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ സർക്കാർ ആണ് നോക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.